നിശ്ചയമായിട്ടും നിലമ്പൂരിലെ 2,32,000 വോട്ടർമാരിൽ 75.87% പേർ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. എന്ന് വെച്ചാൽ 1,76,070 പേർ രേഖപ്പെടുത്തിയ വോട്ട് ആണ് ഇപ്പോൾ എണ്ണാൻ ആരംഭിക്കുന്നത്. ഇതിൽ 1,402 പോസ്റ്റൽ വോട്ടുകളാണ്. 263 പോളിംഗ് ബൂത്തുകളിലായിട്ട് വോട്ടർമാർ രേഖപ്പെടുത്തിയ വോട്ടുകൾ എണ്ണുകയാണ്. 19 റൗണ്ടുകളായിട്ടാണ് എണ്ണുക. ഈ പറയുന്ന പ്രധാനപ്പെട്ട പഞ്ചായത്തുകളുടെയും നഗരസഭയിലൂടെയും കടന്നു ചെന്നിട്ട് ഏറ്റവും ഒടുവിലത്തെ നിമിഷം വരെ സസ്പെൻസ് നിലനിർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലായിരിക്കും ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല. 14 വീതം പോളിംഗ് സ്റ്റേഷനുകളിൽ ഈ കൗണ്ടിംഗ് നടക്കും. EVM എണ്ണി തുടങ്ങിയാൽ ആദ്യം വഴിക്കടവ്, പിന്നെ മൂത്തേടം, പിന്നെ കരുളായി, പിന്നെ എടക്കര, പിന്നെ പോത്തുകല്ല്, ചുങ്കത്തറ പഞ്ചായത്ത്, നിലമ്പൂർ നഗരസഭയും ഏറ്റവും ഒടുവിൽ അമരമ്പലത്തേക്കും എത്തുമ്പോൾ നിലമ്പൂരിന്റെ മനസ്സിലിരിപ്പ് എന്താണ്, നിലമ്പൂർ ജനത എന്താണ് കരുതിയിരുന്നത് എന്ന കാര്യം കൃത്യമായും രാഷ്ട്രീയ കേരളത്തിൽ അറിയാൻ കഴിയും. കഴിഞ്ഞ 24 ദിവസങ്ങൾ നീണ്ടുനിന്ന ഉദ്യോഗജനകമായ പ്രചാരണ കാലയളവ്, ഈ കാലയളവിൽ ഇനി ഉണ്ടാകാൻ വിവാദങ്ങളില്ല, ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങളില്ല. അത്രമേൽ വിവാദങ്ങളും അത്രമേൽ ചർച്ചകളും കൊടുമ്പിരി കൊണ്ട ഒരു പ്രചാരണ കാലം. പോസ്റ്റൽ വോട്ട് എണ്ണുകയാണ്. ആകെ പോസ്റ്റൽ വോട്ട് 1,402 പോസ്റ്റൽ വോട്ടുകളാണുള്ളത്. ആ പോസ്റ്റൽ വോട്ട് എണ്ണുകയാണ്. വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുന്നു. അതിനിർണായകമായിട്ടുള്ള സംസ്ഥാന രാഷ്ട്രീയത്തിലാകെ തന്നെയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും സ്വാധീനിക്കാവുന്ന നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുന്നു. 1,402 പോസ്റ്റൽ വോട്ടുകൾ എണ്ണുകയാണ്. നേരത്തെ സേതുലക്ഷ്മി പറഞ്ഞ നിലമ്പൂർ മണ്ഡലത്തിലെ വഴിക്കടവ്, എടക്കര, കരുളായി, ചുങ്കത്തറ, മൂത്തേടം പഞ്ചായത്തുകൾ UDF ഭരണത്തിലുള്ള UDFന്റെ കേന്ദ്രങ്ങളാണ്. നിലമ്പൂർ നഗരസഭ, അമരമ്പലം പഞ്ചായത്ത്, പോത്തുകല്ല് എന്നിവ LDFന്റെ ഭരണത്തിലുള്ളതാണ്. അവർക്ക് ശക്തിയുള്ളതാണ് അവർ എന്ന് വിചാരിക്കുന്ന സ്ഥലമാണ്. ആദ്യം വഴിക്കടവ് പഞ്ചായത്തിലെ വോട്ടുകളാണ് ഇപ്പോൾ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞാൽ ഉടനെ എണ്ണുക. വഴിക്കടവ് പഞ്ചായത്ത് UDFന്റെ ഒരു കേന്ദ്രമായതുകൊണ്ട് UDFന് നല്ല വോട്ടുകളുടെ ഭൂരിപക്ഷം അവിടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് UDFനും ഉള്ളത്. അവിടെ അൻവറത്ര വോട്ട് നിർണായകമായിരിക്കും. നിലമ്പൂർ ചിന്തിക്കുക എന്ന് വേണം ഇപ്പോൾ നിലവിൽ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറഞ്ഞത്. അല്ലെങ്കിലും ഒരു കോമൺ, ഈ നിലമ്പൂരിൽ സാധാരണ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും വഴിക്കടവിലേക്ക് ആര് ലീഡ് ചെയ്യുന്നു അവർ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടതില്ല എന്നാണ് സാധാരണ പറയാറ്. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല. ഇക്കുറി വളരെ ടൈറ്റ് ഫൈറ്റ് നടന്ന, പ്രവചനാതീതമായി കാര്യങ്ങൾ നടന്ന ഒരു സ്ഥലം കൂടിയാണ് നിലമ്പൂർ. അവിടെ പല ഫാക്ടറികളുണ്ട്. അവിടെ M സ്വരാജ് ഫാക്ടറാണ്, അവിടെ PV അൻവർ ഫാക്ടറാണ്, അവിടെ ആര്യാടൻ ചൗക്കത്തും ഫാക്ടറാണ്. അങ്ങനെ വരുമ്പോൾ വഴിക്കടവ് മാത്രമായിരിക്കില്ല, മൂത്തേടവും പിന്നെ വരുന്ന കരുളായിയും ചുങ്കത്തറയും അമരമ്പലവും നഗരസഭയും നിലമ്പൂർ നഗരസഭയും ഒക്കെ ഇവിടെ പാർട്ടാണ്. ഇവരെല്ലാം നിശ്ചയിക്കും നിലമ്പൂരിലേക്ക് ആരെത്തണം എന്നുള്ളത്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയിരിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. 1,402 പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണി തുടങ്ങിയിരിക്കുന്നത്. ഈ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങി അല്പസമയത്തിനകം തന്നെ ആദ്യ ഫലസൂചനകൾ, എനിക്ക് തോന്നുന്നു 8:15 കൂടിയൊക്കെ ആകേണ്ടി വരില്ല. അതിനു മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു പോസ്റ്റൽ വോട്ടുകൾ എണ്ണതിന്റെ വിധി ഇവിടെ വരും, അല്ലെങ്കിൽ നമ്പർ അവിടെ തെളിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യ ഫലസൂചന ഉടൻ എന്ന് എഴുതിയാൽ വളരെ പെട്ടെന്ന് തന്നെ വരാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സേതുലക്ഷ്മി നേരത്തെ പറഞ്ഞതുപോലെ ഈ പഞ്ചായത്തുകളിൽ സ്വാധീനമുള്ള LDF UDF കക്ഷികളുണ്ട്. അത് നേരത്തെ തന്നെ നമുക്ക് പറയാവുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മുന്നോട്ട് പോകുന്നത് സേതുലക്ഷ്മി എങ്ങനെയാണ് എന്ന് നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ പറ്റുന്നതല്ല. ഏറ്റവും ഒടുവിൽ വരെ രണ്ട് മുന്നണികൾക്കും പ്രതീക്ഷ വെക്കാവുന്ന തരത്തിലുള്ള നമ്പറായിരിക്കും മുന്നിലേക്ക് വരിക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിക്ക് 19 റൗണ്ട് വോട്ടെണ്ണലിൽ 13ാമത്തെ റൗണ്ട് മുതലാണ് LDFന്റെ പ്രതീക്ഷ തുടങ്ങുന്നത് തന്നെ. അതെ, അപ്പോൾ ആദ്യത്തെ ഈ വഴിക്കടവ് പഞ്ചായത്തിലെ തണ്ണിക്കടവ് ബൂത്തിലെ വോട്ടുകളാണ് ആദ്യം എണ്ണുക. അവിടെ UDF ഒരു മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. തണ്ണിക്കടവ് ബൂത്ത് അവരുടെ ഒരു സ്ഥലമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. പക്ഷേ അവിടെ തന്നെ ഈ തണ്ണിക്കടവ് ബൂത്തിൽ തന്നെ എന്ന് വെച്ചാൽ ആദ്യ ഫലസൂചനകൾ വരുന്ന നമ്പറിൽ തന്നെയും PV അൻവറിന് എത്ര വോട്ടുണ്ട് എന്നത് വളരെ സാഹൂതം നോക്കേണ്ടുന്ന ഒരു കാര്യമാണ്. PV അൻവർ ഓരോ സ്ഥലത്തു നിന്നും എത്രമാത്രം വോട്ടുകൾ പിടിക്കുന്നു, അവരുടെ കേന്ദ്രങ്ങളിൽ നിന്ന് എത്രമാത്രം വോട്ട് പിടിക്കുന്നു, LDFന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് എത്രമാത്രം വോട്ട് പിടിക്കുന്നു എന്ന് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഈ പറയുന്ന പോലെ വഴിക്കടവ്, എടക്കര, കരുളായി, ചുങ്കത്തറ, മൂത്തേടം UDF ഭരണമുള്ള പഞ്ചായത്തുകളാണ്. നിലമ്പൂർ നഗരസഭ, അമരമ്പലം പഞ്ചായത്ത്, പോത്തുകല്ല് എന്നിവ LDF ഭരണം ഉള്ളതാണ്. ഈ നിലമ്പൂരും അമരമ്പലവും പോത്തുകല്ലും അവസാന ഭാഗത്താണ് വരുന്നത്. അതുകൊണ്ട് LDF കാഴ്ചക്കാർക്ക് കുറെ നേരം കൂടെ പ്രതീക്ഷ വെക്കാനുള്ള ഒരല്പം നെഗറ്റീവായിട്ടാണ്. 4 റൗണ്ടിൽ 5000-ൽ പരം വോട്ടിന്റെ ഒരു ലീഡ് ആര്യാടൻ ചൗക്കത്ത് നിലനിർത്തി കഴിഞ്ഞാൽ പിന്നീട് UDFന് തന്നെയാണ് അവിടെ വിജയമെന്ന് ഉറപ്പിക്കാം. പക്ഷെ മറിച്ചാണെങ്കിൽ ലീഡ് നിലനിർത്താൻ ആര്യാടിനെ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ അപ്രതീക്ഷിതമായ കാര്യങ്ങൾ ഇടതുപക്ഷത്തിന് അവിടെ ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതുമായിരിക്കും. വളരെ പെട്ടെന്ന് പ്രസാദിലേക്ക് പോയിട്ട് വരാം. പ്രസാദ്, അവിടെ വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? വോട്ട് ആരംഭിച്ച് അതിന്റെ വോട്ടെണ്ണലിന്റെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തരംതിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ നമുക്ക് ആദ്യ ഫലസൂചന നൽകാൻ കഴിയും. ഇതിൽ 1,400
3 വോട്ടുകളാണ് ഇപ്പോൾ പോസ്റ്റൽ വോട്ടുകളായി ഉള്ളത്. അതോടൊപ്പം തന്നെ അതിനോട് തൊട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ EVM എണ്ണി തുടങ്ങും. അല്പസമയത്തിനകം തന്നെ ഇതിന്റെ ഫലസൂചന. പോസ്റ്റൽ വോട്ടുകൾ സാധാരണഗതിയിൽ LDF-നാണ് മുൻതൂക്കം നിൽക്കാറുള്ളത്. പക്ഷെ കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ UDF തന്നെയായിരുന്നു പോസ്റ്റൽ വോട്ടിലും മുന്നിൽ നിന്നിരുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് ആദ്യ ഫലസൂചന നമുക്ക് നൽകാൻ കഴിയും. ആദ്യ ഫലസൂചന അല്പസമയത്തിനകം സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടും. നമുക്ക് കാണാം ആര്യാടൻ ഷൗക്കത്താണോ, എം സ്വരാജാണോ, PV അൻവറാണോ, മോഹൻ ജോർജ് ആണോ നിലമ്പൂരിനെ ഞെട്ടിക്കുക എന്ന കാര്യം അല്പസമയത്തിനകം അറിയാം. മോഹൻ ജോർജ് നമുക്ക് മാറ്റി നിർത്താം. PV അൻവർ ജയിച്ചാലും തോറ്റാലും 2 മുന്നണികളെയും ഞെട്ടിക്കും എന്ന് വിചാരിക്കുന്നുണ്ട് 2 മുന്നണികളുടെയും പ്രവർത്തകർ. ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി UDF-ന് വേണ്ടി അസാമാന്യമായ ഒരു ലീഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ആദ്യ മണിക്കൂറിൽ തന്നെ ഉറപ്പിക്കാം. വലിയ ലീഡ് കിട്ടുകയാണ്. 5000 കവിഞ്ഞൊരു ലീഡൊക്കെ കിട്ടുകയാണെങ്കിൽ 5000-അപ്പുറമൊക്കെ ലീഡ് കിട്ടുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുമെന്ന് നമുക്ക് ഒരുപക്ഷെ ആദ്യ ഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കാനാകും. പക്ഷെ അങ്ങനെ സംഭവിക്കാൻ വളരെയേറെ സാധ്യത കുറവാണ്. UDF-ന് ലീഗിന്റെ ഉറച്ച കോട്ടകളുമാണ് വഴിക്കടവ്, മൂത്തേടം എന്നിവിടങ്ങളിൽ അത്യാവശ്യം നല്ല ഭൂരിപക്ഷം ഉണ്ടായാൽ തന്നെയും അവിടെ അൻവർ വോട്ട് എത്ര പിടിക്കും എന്ന കാര്യം കൂടെ നോക്കേണ്ടതുണ്ട്. സേതുലക്ഷ്മി ഇപ്പോൾ പറഞ്ഞതുപോലെ 5000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷമൊക്കെ കിട്ടിയാൽ ഈ പറയുന്ന പോലെ ഷൗക്കത്തിന് അല്പം ആശ്വാസത്തോടു കൂടി ബാക്കി കാണാം. ഈ ലീഗ് കോൺഗ്രസുമായിട്ട് പ്രശ്നത്തിലായിരുന്ന സമയത്തൊക്കെ ഇവിടെ ഭൂരിപക്ഷം കുറഞ്ഞ ഒരു ചരിത്രമുണ്ട്. ഇത്തവണ ഈ ആര്യാടൻ ഷൗക്കത്ത് വന്നതുകൊണ്ട് ഈ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ആര്യാടൻ ഷൗക്കത്ത് പണ്ട് ലീഗിനെ പറഞ്ഞതൊക്കെ, അല്ലെങ്കിൽ ആര്യാടൻ മുഹമ്മദ് ലീഗിനെ പറഞ്ഞതൊക്കെ നിലമ്പൂറുകാർ എല്ലാവരും മറന്നിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു പൊളിറ്റിക്സ് ഈ ലീഗിനിടയിലൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും 2021 തെരഞ്ഞെടുപ്പിൽ വഴിക്കടവിൽ ഭൂരിപക്ഷം LDF-നായിരുന്നു, PV അൻവറിനായിരുന്നു. 35 വോട്ടുകളുടെ മാത്രമേ ഉള്ളൂ. പക്ഷേ വഴിക്കടവ് എന്ന UDF-ന്റെ ഒരു ശക്തി കേന്ദ്രമെന്ന് അവർ കണക്കാക്കുന്ന സ്ഥലത്ത് അൻവർ 35 വോട്ടുകളുടെ ലീഡ് നേടിയിരുന്നു. മൂത്തേടത്താണെങ്കിൽ 1803 വോട്ടുകളുടെ ലീഡ് UDF-നുണ്ടായിരുന്നു. സത്യത്തിൽ വഴിക്കടവിൽ കൂടെ UDF-ന് ലീഡ് കിട്ടേണ്ടതാണ്. പക്ഷേ അവിടെ ഈ പറയുന്നത് പോലെ 35 വോട്ടുകളുടെ ലീഡ് LDF-ന് കിട്ടിയിട്ടുണ്ട്. അത് കോൺഗ്രസിനകത്ത് തന്നെ പടലപ്പിണക്കങ്ങളൊക്കെ പ്രതിഫലിച്ചിട്ടുണ്ടാകും എന്ന അക്കാലത്ത് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. മൂത്തേടത്ത് ഏതായാലും PV അൻവർ LDF 6851 വോട്ടുകൾ നേടിയപ്പോൾ ആദ്യ ഫലസൂചനകൾ വരുന്നു. ആദ്യ ലീഡ് വരുന്നു. ആര്യാടൻ ഷൗക്കത്തിന് പ്രതീക്ഷിച്ചതുപോലെ പോസ്റ്റൽ ബാലറ്റിൽ 13 വോട്ടുകൾക്ക് മുന്നിലാണ് ആര്യാടൻ ഷൗക്കത്ത്. എം സ്വരാജിനേക്കാളും PV അൻവറിനേക്കാളും 13 വോട്ടുകൾക്ക് മുന്നിൽ ആര്യാടൻ ഷൗക്കത്ത് നിൽക്കുന്നു എന്ന ആദ്യ ഫലസൂചന വരുന്നു നിലമ്പൂരിൽ നിന്ന്. ആദ്യ ഫലസൂചന നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമാണ്. 13 വോട്ടുകൾ ലീഡാണ് തൊട്ട് പിന്നിലെ സ്ഥാനാർത്ഥിയുമായി അദ്ദേഹത്തിനുള്ളത്. 13 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുകയാണ്. 13 വോട്ടുകൾക്ക് 43 കയറിയിരിക്കുന്നു ആര്യാടൻ ഷൗക്കത്ത് പോസ്റ്റൽ ബാലറ്റിൽ. 13 വോട്ടുകളുടെ ലീഡാണ്. മറ്റത് 4 പേരുടെയും നമ്പറാണ്. പ്രസാദ്, എന്താണ് വിവരങ്ങൾ? ലക്ഷ്മി, സനീഷ്, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അല്ലെങ്കിൽ ആളുകൾ പറഞ്ഞതുപോലെ തന്നെ UDF തന്നെയാണ് ആദ്യ ലീഡ് വന്നിട്ടുള്ളത്. ഇതിൽ ആര്യാടൻ ഷൗക്കത്തിന് 13 വോട്ടുകളുടെ പോസ്റ്റൽ വോട്ടിലാണ് ഇപ്പോൾ ലീഡ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും 1403 വോട്ടുകളാണ് പോസ്റ്റൽ ബാലറ്റിൽ ഉള്ളത്. അതിലെ ആദ്യത്തെ ലീഡ് എന്ന് പറയുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യ ലീഡ് കുറിച്ചുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് തുടക്കം കുറിച്ചിരിക്കുന്നു. ഇനിയുള്ള നിമിഷങ്ങളിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുക, പോസ്റ്റൽ ബാലറ്റിൽ ഈ ഒരു ലീഡ് നിലനിർത്താൻ കഴിയുമോ എന്നുള്ളത് കൂടി നമുക്ക് നോക്കേണ്ടത്. പോസ്റ്റൽ ബാലറ്റുകളിലടക്കം ആര്യാടൻ ഷൗക്കത്താണ് ലീഡ് നേടിയിരിക്കുന്നത്. 13 വോട്ടുകളുടെ ലീഡാണ് അദ്ദേഹത്തിനുള്ളത്. എം സ്വരാജിന് 30 വോട്ടുകൾ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയപ്പോൾ കിട്ടിയപ്പോൾ 43 വോട്ടുകളാണ് ആര്യാടൻ ഷൗക്കത്തിനുള്ളത്. 11 വോട്ടുകൾ പോസ്റ്റൽ ബാലറ്റുകളിൽ PV അൻവർ സമാഹരിച്ചിട്ടുണ്ട്. 13 വോട്ടുകളുടെ ലീഡാണ് ആര്യാടൻ ഷൗക്കത്തിന്. കഴിഞ്ഞ വട്ടമാണെങ്കിലും പോസ്റ്റൽ ബാലറ്റ് എണ്ണിയപ്പോൾ UDF ആയിരുന്നു അവിടെ ലീഡ് ചെയ്തത്. പക്ഷേ ജയിച്ചത് PV അൻവർ ആയിരുന്നു. അതെ, നിശ്ചയമായിട്ടും ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? അങ്ങനെ മാത്രമേ കാണേണ്ടത്. 13 വോട്ടുകളുടെ ലീഡ് പറയുന്നുണ്ട്. നമുക്ക് ഈ EVM കൗണ്ടിംഗ് ഹാളിലേക്ക് യന്ത്രങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട് എന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഉടനെ പോസ്റ്റൽ ബാലറ്റ് കഴിഞ്ഞ ആ മാത്രയിൽ തന്നെ EVM എണ്ണി തുടങ്ങും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ആ ഒരു ലീഡിലേക്ക്, ആ ഒരു വിധിയിലേക്ക് വളരെ പെട്ടെന്ന് പോകാനാകും. എനിക്ക് തോന്നുന്നു 13 വോട്ടുകളുടെ ലീഡ് വന്നപ്പോൾ തന്നെയും അവിടെ ആഹ്ലാദാരവങ്ങളുണ്ട്. ആദ്യ ലീഡ് ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായി വന്നപ്പോൾ UDF-ന്റെ പ്രവർത്തകർ അവിടെ ശബ്ദമുണ്ടാക്കുന്നത് നമ്മൾ ഇപ്പോൾ കേട്ടതാണ്. 13 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത്. 30 വോട്ടുകൾ അപ്പുറത്ത് എം സ്വരാജ് നേടിയിട്ടുണ്ട്. പോസ്റ്റൽ ബാലറ്റുകൾ ഇതുവരെ ലഭിച്ച കണക്കുകൾ നോക്കിയാൽ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയിരിക്കുമ്പോൾ 13 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് ലീഡ് ചെയ്യുന്നു. 43 വോട്ടുകളാണ് ആര്യാടന്, 30 വോട്ടുകൾ എം സ്വരാജിന്, 11 വോട്ടുകൾ അവിടെ PV അൻവറും, 3 വോട്ട് മോഹൻ ജോർജും നേടിയിട്ടുണ്ട്.
പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോൾ. അങ്ങനെയാണ് 13 വോട്ടുകൾക്ക് ഇപ്പോൾ എം സ്വരാജ് ലീഡ് ചെയ്യുന്നത്. ഈ പോസ്റ്റൽ ബാലറ്റുകളിൽ കഴിഞ്ഞ വട്ടവും മുന്നിട്ട് നിന്നത് UDF ആയിരുന്നു. പക്ഷേ പിന്നീട് ഫലം വന്നപ്പോൾ അവിടെ ഇടതുമുന്നണിയുടെ സ്വതന്ത്രനായിരുന്ന PV അൻവറാണ് അവിടെ വിജയിച്ചത്. പക്ഷേ അങ്ങനെയാണോ ഇക്കുറി എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയിരുന്നത്. കാരണം ആദ്യ ഫലസൂചന അനുസരിച്ച് പോസ്റ്റൽ ബാലറ്റ് 1402 പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുമ്പോൾ 13 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് ലീഡ് ചെയ്യുന്നു എന്ന കാഴ്ചയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. ഈ വഴി